ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചു. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നോട്ടീസ്. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച്. അതേസമയം താൻ ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ ഇല്ലെന്ന് അർജുൻ രാധാകൃഷ്ണനും പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, ഇപ്പോൾ ഒരു ട്വിസ്റ്റാണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ ബാർക്കോഴ വിവാദത്തിൽ ഇപ്പോൾ UDF നിയമസഭയിലേക്ക് മാർച്ച് നടത്താനിരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ഈ അഡ്മിൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അർജുൻ പറയുന്നത് താൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അഡ്മിൻ ഗ്രൂപ്പിൽ ഇല്ല എന്നാണ്. ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം, ഈ വിവാദ ശബ്ദ സന്ദേശം പുറത്തു വന്ന ബാർ ഉടമകളുടെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ അഡ്മിൻ പാനലിൽ അർജുൻ ഇല്ല, പക്ഷേ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. പലപ്പോഴും നോട്ടീസ് നൽകിയെങ്കിലും അത് കൈപ്പറ്റാൻ അർജുൻ തയ്യാറായിരുന്നില്ല. അതിനു പിന്നാലെ ഇമെയിൽ മുഖേനയാണ് ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. വെള്ളിയാഴ്ച ജവഹർ നഗറിലുള്ള ഓഫീസിൽ ഹാജരാകണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അർജുൻ രാധാകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് സ്വന്തമായി ബാറുകളോ അല്ലെങ്കിൽ ബാറിൽ പാർട്ട്ണർഷിപ്പോ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന് സ്വന്തമായ ഒരു ബാറുണ്ട്. ഭാര്യ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ വിവാദ ശബ്ദ സന്ദേശം പുറത്തുവിട്ട അനിമോന്റെ ഒരു ബന്ധുവിനെയാണ് അർജുൻ രാധാകൃഷ്ണൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ഭാര്യയുടെ പിതാവിന് ബാറുണ്ട്. ഒരു പക്ഷേ അതിന്റെ നടത്തിപ്പ് അവകാശമോ മറ്റോ അർജുൻ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ബാറുടമകളുമായി ചില ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ പറയുന്നത്. മറ്റേതെങ്കിലും ബാറുകളിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സിലോ സംരംഭത്തിലോ പാർട്ണർഷിപ്പോ മറ്റു ഷെയറോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചറിയിക്കാമെന്നുള്ളതാണ് അവർ നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്, താൻ ആ ഗ്രൂപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ താൻ ഗ്രൂപ്പിലില്ല, താൻ അതിന്റെ അഡ്മിനുമല്ല എന്ന് മാത്രമല്ല തനിക്ക് ഏതെങ്കിലും തരത്തിൽ ബാറുകളുമായി ബന്ധമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ പിതാവുള്ള സമയത്ത്, ഭാര്യയുടെ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് താൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഭാര്യ പിതാവ് മരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടത്തിപ്പ് അവകാശമോ അല്ലെങ്കിൽ മേൽനോട്ടമോ ഒക്കെ അർജുൻ രാധാകൃഷ്ണൻ വഹിക്കുന്നുണ്ടാവാം. അങ്ങനെയായിരിക്കാം ആ ഗ്രൂപ്പിൽ അർജുൻ ഇടം പിടിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായിരുന്നാലും ഇതിപ്പോൾ ഭരണപക്ഷത്തിന് കിട്ടിയൊരു ആയുധമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അഡ്മിൻ പാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണോ അന്വേഷണ സംഘം ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഈ ശബ്ദരേഖ പുറത്തു വന്നതിലും അതിന്റെ വിവാദത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് അർജുൻ രാധാകൃഷ്ണന് ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഗ്രൂപ്പ് അഡ്മിൻ എന്നുള്ള നിലയിലായിരിക്കാം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മാനം ഈ വിഷയത്തിലുണ്ടോ എന്നുള്ളത് ഇക്കാര്യത്തിൽ ഏറെ പ്രധാനമാവുകയും ചെയ്യുമായിരിക്കും. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാവും, യഥാർത്ഥത്തിൽ ബാർക്കോഴയുണ്ടോ ഇല്ലയോ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകനോട് ചോദിച്ചാൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന് ഒരു ബാറുണ്ടെന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏറെക്കാലം താൻ അഡ്മിനായിരുന്നുവെന്നും അത് ഭാര്യാപിതാവ് ജീവനോടെ ഉണ്ടായിരുന്ന കാലത്താണെന്നുമാണ് അർജുൻ രാധാകൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ താൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിലില്ല എന്ന് പറയുന്നു. പക്ഷേ ഭാര്യാപിതാവ് മരിച്ചുവെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു ബാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോഴ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. സഭയിൽ ഇപ്പോൾ KN